പരപ്പനങ്ങാടിയിലെ 110 kV സബ്സ്റ്റേഷൻ ഉദ്ഘാടന വേദി. 4 മണിക്ക് നിശ്ചയിച്ചിരുന്ന പരിപാടിക്ക് കൃത്യസമയത്തെത്തിയ മന്ത്രി എം എം മണി സ്ഥലം MLA PK അബ്ദുറബിനെ കാത്തിരുന്നത് 1 മണിക്കൂറിലധികം. ഇതേസമയം സ്ഥലം MLAയും മറ്റ് ജനപ്രതിനിധികളുമാകട്ടെ മന്ത്രിയെ തുറന്ന വാഹനത്തിൽ സ്വീകരിച്ചു കൊണ്ടുവരുന്നതിനായി മറ്റൊരിടത്തും കാത്തിരുന്നു. ഇതിനിടെ CITUവിന്റെ സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ മന്ത്രി തുറന്ന വാഹനത്തിലെ സ്വീകരണത്തെക്കുറിച്ചറിയാതെ നേരെ സബ്സ്റ്റേഷനിലെത്തി MLAയ്ക്കായുള്ള കാത്തിരിപ്പ് തുടർന്നു. ഉദ്ഘാടന വേദിയിൽ പരിപാടിയുടെ നടത്തിപ്പിലുണ്ടായ ആശയക്കുഴപ്പത്തെ വിമർശിച്ച അബ്ദുറബ്ബ് പരിപാടി വൈകാൻ കാരണം CPIഎമ്മിന്റെ ചില നേതാക്കളും പ്രവർത്തകരുമാണെന്ന് പറയാതെ പറഞ്ഞു. ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ബഹുമാനപ്പെട്ട മന്ത്രിയെ തുറന്ന വണ്ടിയിൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയതായിരുന്നു. പക്ഷേ അതിനിടയിൽ ആരോ ഒരു കള്ളൻ കയറി എന്ന് തോന്നുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി ആരും അറിയാതെ മന്ത്രിയെ ഇങ്ങോട്ട് സബ്സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ മന്ത്രി ഇവിടെ ഇരിക്കുകയും ഞങ്ങൾ അവിടുന്ന് ജാഥയായി വരികയും ചെയ്തതുകൊണ്ട് കുറച്ച് സമയ നഷ്ടമുണ്ടായി. മന്ത്രിക്കും കുറച്ച് സമയം ഇരിക്കേണ്ടി വന്നു. പരിപാടിയിലേക്ക് ചിലരെ ക്ഷണിക്കാതിരുന്നത് മനഃപൂർവ്വമാണെന്ന് നിയുക്ത സിഡ്കോ ചെയർമാൻ നിയാസ് പുളിക്കലകത്തിന്റെ പേരെടുത്തു പറഞ്ഞ അബ്ദുറബ്ബ് വിമർശിച്ചു. സ്ഥലം MLAയുടെ വിമർശനങ്ങൾക്കെല്ലാം എണ്ണി മറുപടി പറയുന്നതായിരുന്നു ഉദ്ഘാടകനായ മന്ത്രി എം എം മണിയുടെ പ്രസംഗം. ഈ ഉദ്യോഗസ്ഥന്മാരായ ആളുകൾ, ബോർഡിലെ ആളുകൾ, ഉത്തരവാദികളെല്ലാം ഇവിടെ ഉണ്ട്. അവരിതിൻ്റെ വിശദാംശം ഒന്ന് എന്നോട് പറയണ്ടേ? അല്ലേ വേണ്ട, എൻ്റെ അഡീഷണൽ PS ഉണ്ട്, അദ്ദേഹത്തിനോട് പറയണ്ടേ? അതാണ് യഥാർത്ഥത്തിൽ ഒരു തടസ്സം വന്നത്. വേറെ ആരും ഇവിടെ വരാതിരിക്കാൻ വേണ്ടി എന്നെ തെറ്റിച്ച് കൊണ്ടുപോയി. തന്റെ പാർട്ടി പ്രവർത്തകരെ ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തിയതിലുള്ള നീരസവും മന്ത്രി തന്റെ പ്രസംഗത്തിനിടെ വ്യക്തമാക്കി. ഇതില് ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ്, CPMന്റെ നേതാവാണ്. മോശം നേതാവൊന്നുമല്ല, അപ്പോ ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു പരിപാടിയിൽ വരുമ്പോൾ എന്റെ ഈ സഖാക്കളെ കൂടെ കൂട്ടണ്ടേ? എനിക്കുള്ളത്. ഇരു നേതാക്കളെയും വിമർശിച്ചും അനുകൂലിച്ചും സോഷ്യൽ മീഡിയയിലെ രാഷ്ട്രീയ ഗ്രൂപ്പുകളിൽ പ്രസംഗം വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിഖിൽ പ്രമേഷ്, റിപ്പോർട്ടർ, മലപ്പുറം.